വെച്ചിട്ട് നിർത്താതെ പോയില്ലേ? അത് ചവിട്ടിയപ്പം ബ്രേക്ക് കിട്ടാത്ത ഏതെങ്കിലും പാവമായിരിക്കും. അവിടെ ഇറങ്ങി അന്വേഷിക്കാൻ നിന്നാ തല്ല് കിട്ടുമെന്ന് പേടിച്ച് നിർത്താതെ പോയതായിരിക്കും. ഞാനൊരു മണ്ടിയാണെന്നാണ് നിന്റെ വിചാരം? ഇത് നിന്നെ ആരോ കൊല്ലാൻ നോക്കിയതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. എല്ലാത്തിനും കാരണക്കാരി ഇവളൊറ്റ ഒരുത്തിയ. അമ്മേ, ഇതിന് പ്രീതി എങ്ങനെ ഉത്തരവാദിയാവുന്നേ? ഹരീഷ് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. അവൻ ഗിരിയെ ഭീഷണിപ്പെടുത്തിയിട്ടാ ഇവിടുന്ന് പോയത്. എനിക്ക് ഉറപ്പാ ഹരീഷ് ഇവനെ കൊല്ലാൻ ശ്രമിച്ചത്. ഹരീഷിന് അങ്ങനെ ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇല്ലമ്മേ. അവൻ വെറൊരു പേടിത്തൊണ്ടനാ. സ്വന്തം കുഞ്ഞിന്റെ കാര്യമാവുമ്പോ എത്ര വലിയ പേടിത്തൊണ്ടനും ധൈര്യം കാണിക്കും. അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയമുള്ള സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഹരീഷിനെ സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അവൻ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് തോന്നിയാ പിന്നെ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ഇവള് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാ. ഇവളുടെ വിഷയത്തിൽ നിങ്ങൾ ആരും തലയിടേണ്ട ആവശ്യമില്ല. പ്രീതിയും ഇതുപോലെ തന്നെ ചിന്തിച്ചിരുന്നെങ്കിൽ കോടതിയിൽ ഇവള് ഗിരിയേടിനെതിരെ മൊഴി കൊടുത്തേനെ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഗിരിയേട്ടന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും അവസ്ഥയെക്കുറിച്ച് അമ്മയൊന്ന് ഓർത്തു നോക്കി. പ്രീതിക്ക് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുന്നതിൽ തെറ്റുണ്ടോ അമ്മ? ഞാൻ പറഞ്ഞ എല്ലാവർക്കും കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ പെണ്ണ് ഈ കുടുംബം മുടിക്കാൻ വന്നതാ. ഇവളെ പുറത്താക്കിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് അനുഭവിക്കും.